മാർച്ച് 10-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ഏപ്രിൽ 9 വരെയാണ്. ഏപ്രിൽ 9-ന് തെരഞ്ഞെടുപ്പ്. അതിനുള്ളിലുള്ള സമയമാണ് നമുക്ക് ലഭിച്ചത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംസ്ഥാനത്ത് മിക്കവാറും ജില്ലകളിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. 2 ജില്ലകളിലാണ് പോകാൻ കഴിയാതിരുന്നത്. ഇവിടെ ജനങ്ങളുമായി ഇടപഴകിയ അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ മനസ്സ് LDF-നോടൊപ്പമാണ് എന്നത് തന്നെയാണ്. എല്ലാ തലങ്ങളിലും അത് വ്യക്തമായിരുന്നു. അപ്പം നമ്മുടെ സാധാരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാറുള്ള ഈ നിലവിലുള്ള ഭരണത്തിനെതിരെയുള്ള വികാരം കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ തുടരുകയാണല്ലോ. എന്നാൽ സ്വാഭാവികമായി അങ്ങനൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചവർക്കൊക്കെ കടുത്ത നിരാശ ഉണ്ടാകുന്ന തരത്തിലാണ് ജനങ്ങളിൽ നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. എവിടെയും അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം പ്രകടമല്ല. അതേസമയം ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നതിലെടുത്താൽ പ്രതിപക്ഷത്തോടുള്ള അവിശ്വാസം, അതോടൊപ്പം വല്ലാത്ത അസന്തുഷ്ടി അത് ജനങ്ങളുടെ ഭാഗത്ത് കാണാനുമുണ്ട്. ഇവിടെ പ്രചരണ രംഗത്ത് അവർ തന്നെ അഴിച്ചുവിട്ട വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ, ബോധപൂർവം അഴിച്ചുവിട്ട നുണപ്രചരണങ്ങൾ, ഇതെല്ലാം പ്രതിപക്ഷത്തിന് ഗുണകരമായിട്ടല്ല വന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് തന്നെ അത് തിരിച്ചടിയായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്.